ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ച് SIT ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് കോടതി പരാമർശം തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് അപ്പീൽ നീക്കം. തന്ത്രിയെ കുടുക്കി സഖാക്കളെ രക്ഷിക്കാനോ SIT നീക്കം? ഈ ഒരു വിഷയമാണ് ജനശബ്ദം ഇന്ന് പരിശോധിക്കുന്നത്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അതിഥിയായി ചേരുകയാണ്. അപ്പം പ്രേക്ഷകർക്കും തങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താം. ആദ്യം അഡ്വക്കേറ്റ് അനിൽ വിളയിലേക്ക്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഈ സ്വർണ്ണ കവർച്ചാ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു തിരക്കഥയനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത്. സ്വന്തക്കാരെ രക്ഷിക്കാൻ, CPM നേതാക്കളെ സംരക്ഷിക്കാൻ, പ്രതിപട്ടികയിലുള്ളവരെ ഒഴിവാക്കാൻ പോലും, അവരിലേക്ക് ചോദ്യമുനകൾ നീളാതിരിക്കാൻ പോലും അന്വേഷണ സംഘം ആദ്യഘട്ടം മുതൽ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഇപ്പോഴും മുൻ ദേവസ്വം മന്ത്രി അടക്കം ഇപ്പോഴും ചോദ്യമുനകൾക്ക് വെളിയിൽ നിൽക്കുകയാണ്. അവരെ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അവിടെയാണ് തന്ത്രിയെ കുടുക്കാനുള്ള തിരക്കിട്ട നീക്കമുണ്ടായത്. ഇപ്പോൾ വീണ്ടും തന്ത്രിയിൽ കുരുക്ക് മുറുക്കാനുള്ള നീക്കവും നടത്തുന്നത്. ഇതൊക്കെയും സഖാക്കളെ രക്ഷിക്കാനാണ്, CPM നേതാക്കളെ വെള്ളപൂശാനാണല്ലേ? തീർച്ചയായിട്ടും. ശബരിമലയില് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് തുടങ്ങിയപ്പോൾ മുതൽ പൊതുസമൂഹത്തിലെ എല്ലാവരും തന്നെ കരുതുന്ന ഒരു കാര്യം, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഇത് കൃത്യമായ അന്വേഷണം നടക്കും, യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം നീളും തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാവരും ഒരു നല്ലതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ദിനം ചെല്ലുന്തോറും ഇത് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വ്യക്തമായ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസന്വേഷണം മുമ്പോട്ട് പോകുന്നതെന്ന് ശരാശരി നിയമം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ തിരക്കഥയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ തിരക്കഥയുടെ ചില ഭാഗങ്ങളും ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ നോക്കുക, ശബരിമലയിലെ തന്ത്രിക്കെതിരെ 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. തന്ത്രിക്കെതിരെ അല്ല, നിലവിൽ 2 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ്, ഒന്ന് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസ്. ഒരു കേസിനകത്ത് തന്ത്രി 13-ാം പ്രതിയും മറ്റൊരു കേസിലെ 16-ാം പ്രതിയുമാണ്. നമ്മൾ നോക്കണം, 1 തൊട്ട് 16 വരെയുള്ള പ്രതികൾ ആരാണ് എന്ന് SITക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണല്ലോ 16-ാം പ്രതിയാക്കി ഒരു കേസിലെ തന്ത്രിയെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കേസിലെ 13, 14 പ്രതികൾ ആരാണ് എന്നില്ല, അല്ല 14, 15 പ്രതികൾ ആരാണെന്ന് പറയാതെ 16-ാം പ്രതിയാക്കി തന്ത്രിയെ നിർത്തുമ്പോൾ 14, 15 പ്രതികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. 14, 15 പ്രതികൾ ആരായിരിക്കണമെന്നുള്ളവർ SITക്ക് അറിയാമല്ലോ. എന്തേ അവരുടെ പേരുകൾ കൊണ്ടുവന്നിട്ടില്ല? അതാണ് സംശയാസ്പദമായ നിർണായകമായ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ വിനോദ് എന്നുള്ള പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും ചേരുകയാണ്. വിനോദ്, പ്രതികരിക്കാം. നമസ്തേ, പറഞ്ഞോളൂ. ഇതില് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന് ഈ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്, മറ്റേ ഗവൺമെന്റിന്റെ പല വീഴ്ചകൾക്കും ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്. രണ്ടാമതുള്ളത് എന്താന്ന് വെച്ചാല്, ഈ ജനങ്ങൾക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ ഒരു ബ്രാഹ്മണ മേധാവിത്വം, സവർണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു സ്പ്ലിറ്റ് വരുത്തണം. ഈ ഭക്തരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ട്. പഴയൊരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം പഴയ പല അനുഭവങ്ങളുടെ. അപ്പൊ അത് രണ്ടും മുതലെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു തന്ത്രം ഗവൺമെന്റ് പയറ്റിയിരിക്കുന്നത്. അടവ് തന്ത്രങ്ങളുടെ ആൾക്കാരാണല്ലോ അവര്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നന്ദി വിനോദ്, ഈ ഒരു സമയം നിങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അത്തരത്തിലുള്ള ഒരു അടവ് നയം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നീക്കത്തിനുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും പ്രേക്ഷകർ പങ്കിടുകയാണ്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ആ പ്രേക്ഷകൻ പറഞ്ഞത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. അടവ് നയവുമുണ്ട്, രാഷ്ട്രീയ നയവുമുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയ നയം എന്ന് വെച്ചാൽ പിണറായി സർക്കാരിന്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്ത്രിയോട് വ്യക്തിപരമായി തീർത്താൽ തീരാത്ത പകയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന ഘട്ടത്തില് യുവതികൾ ശബരിമലയിൽ കയറുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടും വ്യക്തമായിട്ടുമുള്ള നിലപാടെടുത്ത വ്യക്തിയാണ് ശബരിമല തന്ത്രിയായിരുന്ന, ആ സമയത്തെ തന്ത്രിയായിരുന്ന ശ്രീ കണ്ഠരര് രാജീവര്.
അദ്ദേഹം അന്ന് എന്താണ് പറഞ്ഞത്? ശബരിമലയിൽ യുവതികൾ കയറുകയാണെങ്കിൽ താന്ത്രിക പ്രാധാന്യമുള്ള രീതിയിൽ ഞാൻ എൻ്റെ കടമകൾ ചെയ്യും, നടപടികൾ സ്വീകരിക്കും, വേണ്ടി വന്നാൽ ശബരിമലയുടെ നട അടച്ചിടും എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെ LDFന്റെ ഒരു യോഗത്തിൽ സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ തന്ത്രിയുടെ കോന്തലയിൽ കെട്ടി ഒരു താക്കോൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ വലിയ അഹങ്കാരമൊന്നും കാണിക്കരുത്, താങ്കൾ വെറും ഒരു ദേവസ്വം ബോർഡിലെ ജീവനക്കാരൻ മാത്രമാണ് എന്നുള്ള ഭീഷണിയുടെ സ്വരമായിരുന്നു കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് നമ്മൾ പ്രത്യേകം എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആദ്യത്തെ വിരോധം അങ്ങനെ ഉണ്ടായി. രണ്ടാമത്, കേരള സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലോട്ടറി ടിക്കറ്റും മദ്യവുമാണ്. പിന്നീട് കേരള സംസ്ഥാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ശബരിമല തീർത്ഥാടന കാലയളവ് തന്നെയാണ്. ശബരിമല തീർത്ഥാടന കാലയളവിനെ എല്ലാ ദിവസവും ശബരിമലയിലെ നട തുറന്നിടണം, 365 ദിവസവും അല്ലെങ്കിൽ 24x7 എന്ന രീതിയിൽ ശബരിമലയിലെ നട തുറന്നിടുകയാണെങ്കിൽ അതനുസരിച്ച് സംസ്ഥാനത്തിന്റെ റവന്യൂ വർദ്ധിക്കുമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു അനുജ്ഞ കൊടുക്കണം, തന്ത്രി അനുജ്ഞ നൽകണം എന്നുള്ള രീതിയിൽ ചില മധ്യസ്ഥന്മാർ വഴി അദ്ദേഹത്തിനെ സമീപിക്കുകയും ചെയ്തു. തന്ത്രി അതിന് നിന്നുകൊടുത്തില്ല, അതിനെ ശക്തമായി അദ്ദേഹം എതിർക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ രണ്ട് കാരണങ്ങളാൽ ശബരിമലയിലെ തന്ത്രിയോട് വ്യക്തിപരമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിരോധമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കൊല്ലത്തെ വിജിലൻസ് ജഡ്ജിയുടെ ആ ഓർഡർ ഉണ്ടല്ലോ, ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ളത്, അതിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തീർത്താൽ തീരാത്ത പക ഈ തന്ത്രിയോട് ഉണ്ടായിരുന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കളവായി കേസിൽ പെടുത്തിയതാണെന്നും വളരെ വ്യക്തമായി ഏകദേശം 95 പേജോളമുള്ള നമുക്കറിയാം, ഈ SIT പ്രത്യേക അന്വേഷണ സംഘം ഏത് കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാലും ഏത് ആൾക്കാർ അന്വേഷിച്ചു കഴിഞ്ഞാലും അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് അനുസരിക്കാൻ മാത്രമേ അവർക്ക് നിർവാഹമുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ രണ്ട് വിഷയത്തിൽ അടങ്ങാത്ത പക മുഖ്യന് തന്ത്രിയോടുണ്ട്. ആ പകയാണ് ഒന്നടങ്കം തീർക്കാൻ ശ്രമിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശബരിമലയിലെ തന്ത്രി. നമ്മൾ നോക്കണം, ഒരു വിജിലൻസ് ജഡ്ജി, ജില്ലാ ജഡ്ജിയുടെ റാങ്ക് ഉള്ള ഒരു ജഡ്ജി ഒരു ജാമ്യത്തിന്, പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള 90 ദിവസത്തിനകം കൊടുക്കുന്ന ജാമ്യമല്ല, ഇത് മെറിറ്റിന്മേൽ കൊടുത്ത ജാമ്യമാണ്. ആ ജാമ്യത്തിന്റെ ഒരു ഉത്തരവെഴുന്നു. പൊതുസമൂഹവും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും ഒക്കെ വളരെ വിജിലന്റായി നിൽക്കുന്ന ഒരു കേസിനകത്ത് ഒരു തന്ത്രിക്ക് ഒരു നിമിഷം അനിൽ വിളയിൽ തിരുവല്ലയിൽ നിന്നും രാജൻ എന്നുള്ള പ്രേക്ഷകൻ ചേരുകയാണ്. രാജൻ, പറഞ്ഞോളൂ. നമസ്തേ സാറേ. ഈ തന്ത്രി വർഗം എന്ന് പറഞ്ഞാൽ 1% താഴെ വരത്തുള്ളൂ. ഇതെല്ലാം ഈ പിണറായി സത്തിന്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഇവരുടെ വോട്ട് കൊണ്ടൊന്നും അവർക്ക് ഒന്നും വോട്ടില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാനില്ല. അപ്പം തന്ത്രിയുടെ അവിടെ പഴയ വൈരാഗ്യമുണ്ട്. തന്ത്രി അടച്ചിട്ട് പോവുമെന്ന് പറഞ്ഞത് ആ ഒരു വൈരാഗ്യമുണ്ട്. ഇതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എല്ലാം മൊത്തം ഇവരുടെ അടവുകളാ. ഇതെല്ലാം ഇതെല്ലാം അറിയുന്നുണ്ട്. എല്ലാ ജനങ്ങളും ഇത് അറിയുന്നുണ്ട്. ഇവർക്ക് ഇതിനായ തെറ്റായ ശിക്ഷ കിട്ടും. അയ്യപ്പനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ തീർച്ചയായിട്ടും ഇവർക്ക് ലഭിച്ചിരിക്കും. അതെ, ആ ശിക്ഷ പലവട്ടം ഇടത് സർക്കാരും ഇടത് പ്രതിനിധികളും ഏറ്റുവാങ്ങിയതുമാണ്. ആ ശിക്ഷ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു വിഷയം ചർച്ച ചെയ്തതുമാണ്. നന്ദി രാജൻ, ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അത് തന്നെയാണ് പ്രേക്ഷകരൊക്കെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃത്യമായും അറിയാം ഇത് മുഖ്യമന്ത്രിയുടെ തിരക്കഥയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ തിരക്കഥയാണ്, ഇത് AKG സെന്ററിന്റെ കൃത്യമായ തിരക്കഥയാണ്. അതിനനുസരിച്ച് മാത്രമേ SITക്ക് പോകാൻ പറ്റൂ. SIയുടെ തലപ്പത്ത് ഏത് മികച്ച ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അവർക്ക് അനുസരിച്ചേ പറ്റൂ, അല്ലേ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന SIT അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ട നിയന്ത്രണത്തിലാണ് കേസിന്റെ അന്വേഷണം പോകുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിലെ ജീവനക്കാർ, മുഖ്യമന്ത്രിയുടെ താഴെയുള്ള ജീവനക്കാർ എന്ന രീതിയിൽ അവരനുഭവിക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. അങ്ങനെ ഏതൊരു സാധാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനും ആ സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുൻകാല അനുഭവങ്ങളെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത്. കാരണം ആഭ്യന്തര വകുപ്പിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒരു DYSPക്കോ SP-ക്കോ ഒന്നും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തില് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒരു നിമിഷം അനിൽ വിളയിൽ, ഇപ്പോൾ സുകുമാരൻ നായർ എന്നുള്ള പ്രേക്ഷകൻ വയനാട് നിന്നും ചേരുകയാണ്.
സുകുമാരൻ നായർ കേൾക്കാമോ? പറഞ്ഞോളൂ. നമ്മളെ ശബരിമല പ്രശ്നമാണ്. ഉം. ഇതിന്റെ മെയിൻ കള്ളന്മാരായ നമ്മളെ കടകംപള്ളി സുരേന്ദ്രൻ അതെ, കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയ ഒരു കെണിയാണ് നമ്മളെ തന്ത്രിനെ കുടുക്കിയത്. പിന്നെ അത് കൂടാതെ കണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഈ നമ്മളുടെ അമ്പലത്തിന്റെ എല്ലാം ഈ ഭരണഘടനയും കേന്ദ്ര ഗവൺമെന്റ് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഈ ദേവസ്വം ബോർഡിലെ കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരെ കയറി കൂടിയിട്ട് അത് ഇടതുപക്ഷമായാലും ഇവര് കട്ട് മുടിക്കുകയാണ് ഓരോ മെമ്പർമാരും കയറ്റിയിട്ട്. അതിന് ഇവിടെ നിയമ നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരണം. അതാണ് ജനങ്ങളുടെ അഭിപ്രായം. യെസ്, അത് തന്നെയാണ് ജനങ്ങളുടെ നിലപാടും. നന്ദി സുകുമാരൻ നായർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് അൻവിളയിൽ തുടരാം. അതെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ SIT സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിയ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിനകത്തെ 14 15 പ്രതികൾ ആരാണ്? 13 കഴിഞ്ഞിട്ട് 16 പ്രതിയാക്കി തന്ത്രിയെ നിർത്തിയപ്പോൾ 14 15 പ്രതികൾ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ വസ്തുത. 14 15 പ്രതികൾ ഉണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തുമാണ് 14 15 പ്രതികൾ. അവരുടെ പേരുകള് അവിടത്തേക്ക് എഴുതി ചേർക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും ആർജവും SITക്ക് ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് നാളിതുവരെയുള്ള സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി അധികാരത്തിൽ കയറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു എന്ന് SITക്ക് തോന്നുന്ന സെക്കൻഡിൽ തന്നെ 14ാം പ്രതിസ്ഥാനത്തേക്ക് കടകംപള്ളിയുടെ പേരും 15ാം പ്രതിസ്ഥാനത്തേക്ക് ഈ കേരളത്തിലെ മുൻപുള്ള ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായ അഡ്വക്കേറ്റ് PS പ്രശാന്തിന്റെ പേരും എഴുതി ചേർത്തുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്ത്രിയിൽ കൂടെ ഇതിന്റെ ചർച്ച അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാൻ പോവുകയാണ്. ആരാണ് പോകുന്നത്? ഇടതുപക്ഷ സർക്കാരാണ് പോകുന്നത്. അവർക്ക് എന്താണ്? തന്ത്രിയുടെ ജാമ്യം മാത്രം റദ്ദാക്കണമെന്ന് ഇത്ര ആവശ്യം എന്താണ്, അല്ലെ ആവേശം എന്താണ്? താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ഫാദർ സാമുവൽ കോഴിക്കോട് നിന്നും ചേരുകയാണ്. ഫാദർ സാമുവൽ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഞാന് ക്രിസ്ത്യ പുരോഹിതനാ. 40-40 വർഷം സഭയിൽ ശുശ്രൂഷ ചെയ്ത. അപ്പോ അവിടെ ഒരു പുരോഹിതനും അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, അഡ്മിനിസ്ട്രേഷൻ ആണ് എല്ലാത്തിനും ഉപരിയായിട്ട് നിൽക്കുന്നത്. തന്ത്രിയ പുരോഹിതൻ പിന്നെ ആത്മീയ ശുശ്രൂഷ മാത്രം ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള തന്ത്രിക്ക് അല്ലെങ്കിൽ പുരോഹിതന് അവിടെയുള്ള വസ്തുവകകളിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കും, പിന്നെ അയാൾ അവിടെ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ ഉണ്ട്. പക്ഷെ അയാൾ കസ്റ്റോഡിയൻ അല്ല. അതാണ് ഏറ്റവും പ്രധാനം. ആ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ ആരാണ്? ക്ഷേത്രത്തിൽ എല്ലാ വസ്തുക്കളുടെ കസ്റ്റോഡിയൻ ആരാണ്? ബൈലോയിൽ എഴുതിയിട്ടുണ്ടാകൂല ആരാ കസ്റ്റോഡിയൻ എന്ന്. അവിടെ ബൈലോ ഇല്ലേ? ഉണ്ട്. ആ ബൈലോയിൽ എഴുതിയിട്ടുണ്ടാകൂലേ? ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ കസ്റ്റോഡിയൻ ആരാണ്? ഇൻവെന്ററി രജിസ്റ്റർ ഉണ്ടാവൂലേ? ഇൻവെന്ററി രജിസ്റ്റർ ആരാ സൂക്ഷിക്കുന്നത്? അതെ, അത് തന്നെയാണ് ഫാദർ. ഇവിടെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവിടെ ഈ ദേവസ്വം ബോർഡ് അധികൃതർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയടക്കം ഈ ഉത്തരവാദിത്തമുള്ള എല്ലാവരെയും ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് അവിടെ രാഷ്ട്രീയമുണ്ടല്ലോ, CPM നേതാക്കളാണല്ലോ, അവരെ ഒഴിവാക്കാനാണല്ലോ നീക്കം. ഞാനിത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെ, എല്ലാ ചാനലിലും ഞാന് രാത്രി 7 മുതൽ 9 വരെ പരിപാടികൾ കാണാറുണ്ട്. അപ്പൊ എനിക്കറിയാം എങ്ങനെയാണ് ഓരോ കക്ഷിയും അവരുടെ ഭാഗം സമർപ്പിക്കാനായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പൊ അതൊന്നും ഞാൻ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് തന്ത്രി ആയാലും പുരോഹിതനായാലും കസ്റ്റോഡിയൻ അല്ലാത്തടത്തോളം ഉത്തരവാദിത്വം ഇല്ല എന്നാണ് ഞാൻ പറയും. അതുകൊണ്ട് അദ്ദേഹത്തെ പുതുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു പുരോഹിതൻ എന്ന നിലയിൽ കൂടി ഈ രാഷ്ട്രീയ നീക്കം തീർച്ചയായും കൃത്യമായി താങ്കൾ വിലയിരുത്തുകയാണ്, താങ്കൾ മനസ്സിലാക്കുകയാണ് അല്ലേ? ഓക്കെ, നന്ദി ഫാദർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. തന്ത്രിയെ കുടുക്കാനുള്ള ആസൂത്രിത നീക്കം. ആ ആസൂത്രിത നീക്കത്തിന് മുന്നിൽ കൃത്യമായും വ്യക്തമായും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു തിരക്കഥയുണ്ട്. കൂടുതൽ അതിഥികളിലേക്ക്
കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. മാളുവിടെ പല്ല് കാട്ടി ചിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. കാരണം ടീത്ത് ഓക്കെ ആയ സ്മൈൽ ഡബിൾ ഓക്കെ. സ്മൈൽ പ്ലീസ്. ഡിഡ് യു സ്മൈൽ ടുഡേ? നന്ദി കേരളത്തിനും താങ്കൾക്കും ഫ്രം ആറ്റംബർഗ്. ഇന്ത്യസ് നമ്പർ 1 BLDC ഫാൻസ്. ഇന്ത്യയിലെ നമ്പർ 1? അതിന് എനിക്ക് എന്തിനാണ് നന്ദി? ചേട്ടാ, ഫസ്റ്റ് കേരളയുടെ നമ്പർ 1, പിന്നാലെ ഇന്ത്യയുടെ നമ്പർ 1. India's number 1 BLDC fans. Attenborough. What a fan. എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ്? ടോയ്ലറ്റ്. പക്ഷെ ഡിറ്റർജന്റ് കൊണ്ട് വസ്ത്രങ്ങളല്ലേ കഴുകുക? അങ്ങനെയല്ല, ടോയ്ലറ്റും വൃത്തിയാക്കാം. എന്നിട്ടും മഞ്ഞപ്പ്. ഇനി പുതിയതുപോലുള്ള വെണ്മ ഉണ്ടാകുമോ? ഹാർപ്പിക് ഉണ്ടല്ലോ. ഇതിന്റെ കട്ടിയുള്ള ഫോർമുല ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് കടുത്ത കറകളെ 10 മടങ്ങ് നന്നായി വൃത്തിയാക്കും. മഞ്ഞപ്പ് മാറും, ഒപ്പം നല്ല സുഗന്ധവും. പുതിയതുപോലുള്ള ടോയ്ലറ്റിനായി ഹാർപ്പിക് ഉണ്ടല്ലോ. ഇംതിയാസ് ജിയുടെ അച്ഛന് അസുഖം കാരണം ആകസ്മികമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പോളിസി ബസാർ ടീം ഹോസ്പിറ്റലിലേക്ക് വന്ന് ലക്ഷങ്ങൾ രൂപയുടെ ക്ലെയിം അപ്രൂവ് ചെയ്യുന്നതിൽ പൂർണ്ണ സഹായം നൽകി. പോളിസി ബസാറിൽ 1 കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വെറും 550 രൂപ പ്രതിമാസം നിന്നും തുടങ്ങുന്നു. തിരികെ ജനശബ്ദത്തിലേക്ക്. സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ച് SIT ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് കോടതി പരാമർശം തിരിച്ചടിയാണെന്ന വിലയിരുത്തലാണ് ഈ ഒരു നീക്കമുണ്ടാകുന്നത്. ആ ഒരു സമയം തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത്. സഖാക്കളെ രക്ഷിക്കാനാണ് ഈ ആസൂത്രിത നീക്കമെന്നത്. അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് അതിഥിയായിട്ടുള്ളത്. അപ്പം പ്രേക്ഷകർക്കും നിർണായകമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നും രഘു എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. രഘു, കേൾക്കാമോ? നമസ്കാരം സാർ. പറഞ്ഞോളൂ സാർ. ഈ അന്വേഷണം നല്ല പ്രഹസനം നിർത്തുകയല്ലേ സാർ നല്ലത്? പൊതുജനം മൊത്തം കഴുതിയാണെന്ന് വിചാരിച്ചിട്ടുള്ള ഈ അന്വേഷണം ഇതുകൊണ്ട് എന്ത് ലാഭം സാർ? മുന്നിട്ടാകാൻ പോകുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടുന്നു പറഞ്ഞ മാതിരി ഇവരെ ഇല്ലാത്ത ആളുകളെല്ലാം പിടിച്ച് ഈ അന്വേഷണത്തിന്റെ വഴിതിരിച്ച് ഇതൊരിക്കലും ശരിയാവാൻ പോകുന്ന നിങ്ങളുടെ ചാനലിൽ തന്നെ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലില്ല. ഇവരും ഞങ്ങളുടെ സാധുക്കളായ ജനങ്ങളുടെ കണ്ടിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കഥയുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നിർത്തേണ്ട കാലം അവസാനിച്ചു. വെങ്കടേഷിന് കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അദ്ദേഹം നീങ്ങി എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതുവരെയും അദ്ദേഹത്തിന് ഒരു 20 മുതൽ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ സന്തോഷമാണ് സാർ. യെസ്, വളരെ നന്ദി രഘു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് അനിൽ വിളയൽ, പ്രേക്ഷകർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. ഒരു നെറികെട്ട രാഷ്ട്രീയം തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത് ഈ ഒരു വിഷയത്തിൽ. അല്പസമയം മുമ്പ് ഫാദർ അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുസമൂഹം ഇത് കൃത്യമായും വ്യക്തമായും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശക്തിയുക്തം എതിർക്കുകയുമാണ്, അല്ലേ? അതെ, ആ ക്രൈസ്തവ പുരോഹിതൻ വളരെ കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് ജഡ്ജിയുടെ ഓർഡറിനകത്തും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും അധികാരമില്ലാത്തൊരു ഒരു തന്ത്രി എന്നല്ല, തന്ത്രിമാർക്ക് ദേവസ്വം മാനുവൽ അനുസരിച്ചുകൊണ്ട് ചില പരിമിതമായിട്ടുള്ള റോള് മാത്രമേ ഉള്ളൂ. ക്ഷേത്രങ്ങളുടെ ദൈനംദിനമായ പൂജാവിധികൾ, താന്ത്രിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ നൽകി തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഇതിനകത്ത് വിജിലൻസ് ജഡ്ജിയുടെ ആ ഓർഡറിനകത്ത് ഏകദേശം 10ഓളം കാരണങ്ങളാണ് ഈ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം 1, 2, 3 എന്ന അക്കമിട്ട് വ്യക്തമാക്കിയത്. അതിനകത്തെ ഒന്ന് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്നുള്ളത്. വളരെ കൂടുതൽ കാര്യങ്ങൾ ആ പൊതുസമൂഹത്തിലെ എല്ലാവരും തന്നെ കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ ജാമ്യത്തിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട പലവിധമായ ചർച്ചകൾ നടത്തി. അത് നോക്കുമ്പോൾ കൃത്യമായ രീതിയിൽ SIT എത്രമാത്രം ആസൂത്രിതമായ രീതിയിലാണ് തന്ത്രിക്കെതിരെ ഒരു FIR അല്ല, ഒരു റിമാൻഡ് റിപ്പോർട്ട് ഇട്ടതെന്ന് കാണാൻ സാധിക്കും. ആ റിമാൻഡ് റിപ്പോർട്ട് എല്ലാം കെട്ടിപ്പടുത്ത കള്ളങ്ങളായിരുന്നു എന്ന് അക്കമിട്ട് പൊളിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിജിലൻസ് ജഡ്ജി. എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഒരു കാര്യം, അതൊക്കെ പോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഒരു ജില്ലാ ജഡ്ജി ആയിട്ടുള്ള വ്യക്തി ഈ തന്ത്രിയുടെ തന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രമാദമായിട്ടുള്ള ഈ കേസിനകത്ത് ഒരു കണ്ണടച്ചുകൊണ്ട് ജാമ്യം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ?
ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദൈനംദിനമായി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണ് ജില്ലാ ജഡ്ജി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി അതിന്മേൽ യാതൊരു വിധമായിട്ട് ഇനിയും എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ കേരള സർക്കാർ വീണ്ടും കേരള ഹൈക്കോടതിയിൽ പോയി നാണം കെട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് വരും ആഴ്ച കാണാം. അന്നേരം നമുക്ക് വീണ്ടും ഇതേ വിഷയം ചർച്ച ചെയ്യാം. ഒരു നിമിഷം, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഇപ്പോൾ വിനോദ് കുമാർ എന്നുള്ള പ്രേക്ഷകൻ കോഴിക്കോട് നിന്നും ശരിയാണ്. വിനോദ്, പറഞ്ഞോളൂ. അതെ സാറേ, അതായത് ഈ തന്ത്രിക്കെതിരെ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് ഹൈക്കോടതി വളരെ സുവ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും തന്ത്രിയെ കുടുക്കിയത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശബരിമലയിൽ സ്ത്രീപ്രവേശനമുള്ള സമയത്ത് തന്ത്രി അതിശക്തമായ ഒരു നിലപാടെടുത്തു. അതിനെതിരെയുള്ള പ്രതികാരം. അതുകൂടാതെ അന്ന് തന്നെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു, അന്ന് ആ സമയത്ത്, അതായത് സ്ത്രീകളെ ശബരിമലയെ കയറ്റുന്നതിനെതിരെ ഞാൻ നടയടച്ച് അമ്പലം അടച്ചിറങ്ങും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോ തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ല മറ്റുള്ള കാര്യങ്ങൾ കൈകടത്താൻ എന്ന് പറഞ്ഞത് ഇന്നത്തെ ഗവൺമെന്റാ. അപ്പൊ ഇപ്പോഴെങ്ങനെ ഇല്ലാത്ത അധികാരം വന്നു? തന്ത്രിക്ക് എന്തെങ്കിലും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അപ്പൊ അത് തന്നെ ഇരട്ടത്താപ്പല്ലേ? അതെ. ഏതായാലും സർക്കാരിന്റെ പല രീതിയിലുള്ള ഇരട്ടത്താപ്പുകൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രകടമാകുന്നത്. നന്ദി വിനോദ് കുമാർ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ തന്ത്രിക്ക് പരിമിതമായ അധികാരം മാത്രമാണുള്ളത്. ഒരു കസ്റ്റോഡിയൻ എന്ന രീതിയിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില വിഷയങ്ങളടക്കം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വിനോദ് കുമാർ പറഞ്ഞതുപോലെ തന്നെ അന്നൊരു നിലപാട് സ്വീകരിക്കുന്നു, ഇന്ന് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അതായത് ഹിതം പോലെ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നിലപാട് സ്വീകരിക്കാനും മാറ്റിപ്പറയാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കം, ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ആർജവമില്ലായ്മ, അത് തന്നെയാണ് ഈ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്തും ഒരു കാര്യത്തിനും ആർജവമില്ലാത്തൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM. ഈ CPM-ന്റെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രം നഷ്ടപ്പെടുക എന്ന സാഹചര്യത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓന്താണ്. കാരണം ഇതേപോലെ ഓന്തിനെ നാണിപ്പിക്കുന്ന രീതിയിൽ നിറം മാറുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായെങ്കിൽ നിലപാടുകളുടെ കാര്യത്തിൽ എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പ്രസ്ഥാനമായി CPM മാറി. ഈ തന്ത്രിയെ കുടിക്കിയത് മാത്രമല്ല, ഏത് വിഷയവും കേരള സാഹചര്യത്തിൽ ഏതും എടുത്തു നോക്കൂ. ഇപ്പൊ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയില് ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. നാളിതുവരെ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും എടുത്ത നിലപാട് എന്തായിരുന്നു? യുവതികളെ പ്രവേശിപ്പിക്കണം, അവർക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ തരുമെന്ന നിലപാടെടുത്തവര് തീർത്തും അതിന് വിരുദ്ധമായി കടകം മറിഞ്ഞുകൊണ്ട് പുതിയ ഒരു അവിടെയും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഒരു നിമിഷം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ബാബു എന്നുള്ള പ്രേക്ഷകൻ ചിരിക്കുകയാണ്. ബാബു, പറഞ്ഞോളൂ. നമസ്തേ. ഈ ഭരണപക്ഷമാണെങ്കിൽ അവർക്ക് അമ്പലം കൊള്ളയടിച്ചാണേലും ശബരിമല കൊള്ളയടിച്ചാണേലും പണം സമ്പാദിക്കണം. ഈ പ്രതിപക്ഷമാണെങ്കിൽ അവർക്ക് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കണം. പിന്നെ ഇവിടെ കുറെ ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും SP ഒക്കെ ഇതിനെ നിയമിക്കും. അവർക്കൊന്നും ഈ സർക്കാരിനെതിരെ SIT ആണെങ്കിലും മറ്റുള്ളവരാണ് സർക്കാരിനെതിരെ ഒരു കാര്യം പോലും പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് അവരുടെ മുന്നോട്ടുള്ള സർവീസ് ഇങ്ങനെ കൂളായിട്ട് പോകണം. അപ്പം ഇതിനൊക്കെ ഈ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അവിടെ ഇരിക്കൊണ്ട് ഒന്ന് പറയണം. ഇതിനൊക്കെ ഒരു SPക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിച്ചാലേ ഇതുകൂട്ടുള്ള മുഖ്യമായ കാര്യങ്ങൾ ഇത് പണം കൊള്ളയാണ്. ഇതൊക്കെ SITക്കും ഇവർക്കെല്ലാം അന്വേഷിക്കാവുന്ന ഈ പണം കൊള്ളയൊക്കെ കണ്ടുപിടിക്കണം. ഇത് മനുഷ്യരെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന നാട്ടുകാരെ വെറും ഇങ്ങനെ ഒരു അറിവില്ലാത്തവരെ ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഈ നാട്ടുകാരെ വേപ്പുണ്ടാകുന്ന പരിപാടിയാണ്. ഈ പരിപാടി സർക്കാർ നിർത്തണം. ഇതൊക്കെ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണം ഇതിലേക്ക്. നന്ദി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അത് തന്നെയാണ് സാധാരണക്കാരായ ആൾക്കാർ, പൊതുസമൂഹം കൃത്യമായും ഇത് തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇടത് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നു? നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി ഇപ്പോഴും വെളിയിലാണ്, PS പ്രശാന്ത് വെളിയിലാണ്. 14ഉം 15ഉം പ്രതിപട്ടിക എന്തുകൊണ്ട് ഒഴിച്ചിട്ടു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം സർക്കാരിന് നൽകാനാകുന്നില്ലെങ്കിലും ജനങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തുകൊണ്ട് അവരിലേക്ക് ചോദ്യങ്ങൾ എത്തുന്നില്ല? ഇവിടെ ഈ തന്ത്രിയെ കൊടുക്കാനുള്ള നീക്കം നടക്കുന്നു, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കം. ഇതൊക്കെയും വളരെ വേഗത്തിലാണ്, അതിവേഗത്തിലാണ് നടപടികൾ ഉണ്ടായത്. നേരത്തെ
എൻ വാസുവിലേക്കും പത്മകുമാറിലേക്കും മുരാരിയിലേക്കും എന്തിന് പോറ്റിയിലേക്കും കാര്യങ്ങൾ എത്തിയപ്പോഴും ഇത്തരത്തിലുള്ളൊരു വേഗതയുണ്ടായില്ല. ആ വേഗത എന്തുകൊണ്ട് എന്ന ഒരു സംശയം പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. ആ സംശയത്തിന് കൃത്യമായി ഉത്തരവ് ലഭിച്ചു. ഓരോ ദിവസവും അതിന് ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇതിന്റെ ഒരു രാഷ്ട്രീയമാണെന്ന് നോക്കുമ്പോൾ പയ്യന്നൂരില് മധുസൂദനൻ എന്ന് പറയുന്ന ഒരാള് കള്ളം കാണിച്ചു എന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ, ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ചെന്ന് പ്രസംഗിക്കാനുള്ള ആർജവം കാണിച്ച ഗോവിന്ദൻ മാസ്റ്റർ പത്തനംതിട്ടയിൽ വന്ന് പത്മകുമാറിനെതിരെ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഇപ്പൊ ജയിലിൽ കിടക്കുന്നല്ലേ ഉള്ളൂ. കുറ്റപത്രം ഒന്ന് സമർപ്പിച്ച് അദ്ദേഹത്തിനെ കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം നിലവിൽ ഏത് പാർട്ടി സ്ഥാനമാണോ വഹിക്കുന്നത് ആ സ്ഥാനം തുടരട്ടെ എന്ന ഒരു നെറികെട്ട രാഷ്ട്രീയ പരാമർശം നടത്തിയ വ്യക്തിയാണ് ഗോവിന്ദൻ മാസ്റ്റർ. അതെന്താണ് സൂചിപ്പിക്കുന്നത്? CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഏത് മോഷണം നടത്തിയാലും ഏത് കൊള്ളരുതായ്മ കാണിച്ചാലും അവർക്ക് കുടപിടിക്കാൻ കേരളത്തിലെ CPM നേതൃത്വം തയ്യാറാണ് എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള സൂചനയായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററിൽ കൂടി വന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നതും. ഈ പത്മകുമാർ ആയിക്കൊള്ളട്ടെ, വാസു ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ അതേപോലെ തന്നെ മറ്റ് പല വ്യക്തികളും CPM-വുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ്. അവരിലേക്ക് അന്വേഷണം ചെല്ലുമ്പോൾ അത് വലിയൊരു പ്രശ്നവും അതിന്റെ മറവിൽ കൂടി ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്കും പ്രശാന്തിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അന്വേഷണം പോകരുത് എന്ന് കൃത്യമായൊരു നിർദ്ദേശം SITക്ക് ലഭിച്ചിട്ടുണ്ട്. നിർദ്ദേശം തന്നെയാണ് SIT അനുവർത്തിക്കുന്നത്, അവർ പിന്തുടരുന്നത്. എത്താം തിരികെ. ഇപ്പോൾ ചന്ദ്രൻ നായർ എന്നുള്ള പ്രേക്ഷകൻ തിരുവനന്തപുരം പേയാട് നിന്ന് ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ, കേൾക്കാമോ? സാർ, നടക്കാൻ പാടില്ലാത്തത് നടന്നു കഴിഞ്ഞു. ഏതായാലും സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് അരുതാത്തത് കണ്ടപ്പോൾ തിരുത്താൻ ശ്രമിക്കാമായിരുന്നു തന്ത്രിക്ക്. അല്ലെങ്കിൽ തിരുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം പോയിരുന്നെങ്കിൽ തന്ത്രി പുരോഗതിന് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരൂല. ഇനി ഭാവിയിലുള്ള തന്ത്രിമാർക്കും അതുപോലെ തന്നെ ഇപ്പം ഇരിക്കുന്ന ദേവസ്വം പ്രസിഡന്റിനും ഞാൻ ഈ പറയുന്ന ബാധകമാണ്. അരുതാത്തത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചാൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരും ഭാവിയിലും. ഓക്കെ സാർ. നന്ദി ചന്ദ്രനായർ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. ഇപ്പോൾ സജീവ് എന്നുള്ള പ്രേക്ഷകൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. സജീവ്, പറഞ്ഞോളൂ. സജീവ്, കേൾക്കാമോ? അടുക്കുനാലിന് വിളയിൽ നമുക്ക് പറഞ്ഞു നിർത്തിയിൽ നിന്ന് തുടങ്ങാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ ചിലരെ രക്ഷിക്കാനും ചിലരെ ശിക്ഷിക്കാനുമുള്ള വ്യഗ്രത കൃത്യമായി പ്രതിഫലിക്കുന്ന വാക്കുകൾ. അതായത് തിരക്കഥ ആദ്യഘട്ടം മുതൽ ഏത് തരത്തിലാണോ കഥയും തിരക്കഥയും എഴുതി തയ്യാറാക്കി കഴിഞ്ഞത് അതേ രീതിയിലേക്ക് അന്വേഷണം പോവുകയാണ്. SITക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയുന്നില്ല. അവിടെയാണ് ഇനി ഹൈക്കോടതിയുടെ ഇടപെടൽ എന്താകുമെന്നുള്ള പ്രസക്തമായ ചോദ്യം ഉയരുന്നത്, അല്ലേ? അതെ, ഇത് തന്നെയാണ് ഈ കേസ് അന്വേഷണം SITയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏൽപ്പിച്ച നാൾ മുതൽ തന്നെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തന്മാരും ഒക്കെ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കേരള പോലീസിലെ SIT ആയിക്കൊള്ളട്ടെ SIT ആയിക്കൊള്ളട്ടെ ആരന്വേഷിച്ചാലും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുകയില്ല എന്നും ശാസ്ത്രീയമായ അന്വേഷണം നടക്കുകയില്ല എന്നും ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്തു വരില്ല എന്നും കൃത്യമായും ശാസ്ത്രീയമായും തെളിവുകൾ ശേഖരിക്കില്ല എന്നും ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങളെ വിശ്വസിക്കൂ, ഞങ്ങൾ അത്രമാത്രം. താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഗിരിജകുമാരി എന്ന പ്രേക്ഷക ചേരുകയാണ്. ഗിരിജകുമാരി, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കാം. കേസ് എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം അവരെല്ലാം സുരക്ഷിതമാക്കി വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇത് വലിയ എന്തോ സംഭവം നടക്കുന്നത് മാതിരിയാണ് ഈ കേസിന്റെ തുടക്കത്തിലുണ്ടായേ. ഇപ്പൊ നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു പോവുകയാണ്. ഇപ്പൊ തന്ത്രീന ഒരു വെളിയാടാക്കിക്കൊണ്ട് ചെയ്യാന്നാണ് എന്റെ അഭിപ്രായം. ഇതിനിപ്പോ എല്ലാവർക്കും അതുണ്ടോന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടകംപള്ളിയിലല്ല നിൽക്കേണ്ടത്, മുഖ്യമന്ത്രി തന്നെ നിൽക്കേണ്ടത്. നമ്മളിപ്പം പറയുന്നത് കടകംപള്ളി വരെ അല്ല, അതിന് മുകളിൽ തന്നെയുണ്ട്. കാരണം ഇത് നിങ്ങൾ പറയുന്നത് ഈ കട്ടിലപ്പാളി ഇത് മാത്രമാണ്. പക്ഷെ ഇതിന് മുമ്പ് ഭക്തജനങ്ങൾ ഈ വർഷങ്ങൾ അത്രയും കൊടുത്ത ചെറിയതായാലും വലുതായാലും ഉള്ള എത്രയോ സ്വർണ്ണം ഉണ്ടാവും, എത്രയോ പണം ഉണ്ടാവും. ഇതൊക്കെ ഇവർ തട്ടിയിട്ടുണ്ടാവും. ഇത് ആർക്കും അറിയില്ല. അപ്പോ ഇവർ ഇത്രയും വർഷങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും എവിടെയാ പോയത്? മൊത്തം ഈ വലിയ നേതാക്കന്മാര് പണ്ട്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവന്റെ അധ്വാനിക്കുന്നവന്റെ പാർട്ടിയായിട്ട് വന്ന ഇവരിപ്പം മുതലാളിമാരാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ കേസ് എവിടെ എത്തൂല, അവരെല്ലാവരും രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. TT കേസിലായാലും നോക്കിയാട്ടെ, അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെ അവർക്കെതിരായി വരുന്ന ഏത് കേസ് ഉണ്ടെങ്കിൽ പോലും അത് മുഴുവനും അവര് ഒന്നും അല്ലാതാക്കിക്കൊണ്ടുവരും. അവര് ഭരണത്തിൽ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അതിനുള്ള കഴിവ് അവർക്കുണ്ട്. യെസ്, ഏതായാലും നന്ദി ഗിരിജകുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മാവേലിക്കലിൽ നിന്നും രാജമോഹൻ പിള്ള ചേരുകയാണ്. ശ്രീ രാജമോഹൻ പിള്ള, പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം സാർ, ഞാൻ ഈ പറയുന്ന എന്റെ സ്ഥലവാസിയാണ്, അദ്ദേഹമാണ് ചർച്ചയിലിരിക്കുന്ന വിശ്വ പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ അനിൽ വിളയിലി സാറ്. അദ്ദേഹത്തിന്റെ ചർച്ചകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്. ഇവിടെ സാറും ജന TV നടത്തുന്ന ഈ പരിപാടി നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മള് ഹൈന്ദവർ ഇന്ന്, ഹിന്ദു സമൂഹം ഇന്ന് വെറും കൈയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള ഹൈന്ദവർ ഉണർന്നെങ്കിൽ മാത്രമേ ഈ അനീതിക്കെതിരെ പോരാടാൻ പറ്റൂ. നമ്മളൊരു ചർച്ചയിൽ കൂടെ മാത്രം ഇത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ കൂടെ കോൺഗ്രസ്, UDF കൂടെ ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളത്തരം നടത്തിയിരിക്കുന്നത്. അതെ, ഇതിനകത്ത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്. ഈ SIT വെറും നോക്കൂത്തിയ ഇടതുപക്ഷത്തിന്റെ കാവലാളായിട്ട്, ഈ സർക്കാരിന്റെ കാവലാളായിട്ട് ഈ പാവം പിടിച്ച തന്ത്രിയെ കുടുക്കിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാണ് ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഹിന്ദു സംഘടനകൾ നടത്തേണ്ടിയിരിക്കുന്നു. എവരിനിയും അധികാരത്തിൽ ഈ രണ്ടുപേരും വരരുത്. അത് തന്നെയാണ്. ഇടതും വലതും ഒരുമിച്ചുള്ള ഒരു കൊള്ളയാണ് ഈ ശബരിമലയിൽ നടന്നത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടലും നീക്കവുമാണ് ഉണ്ടായതിലും അവരെയൊക്കെ സംരക്ഷിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ.